പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ പുരാതന ക്രൈസ്തവ കുടുംബത്തിലെ അംഗം, അടുപ്പമുള്ളവർ കുഞ്ഞ് എന്ന് വിളിക്കുന്ന തെക്കേക്കര എബ്രഹാം വർഗീസ്, വഴിവിട്ട സൗഹൃദങ്ങളോടൊപ്പം ലഹരിയുടെ കൈവഴികളിൽ സമ്പത്തും സമാധാനവും നഷ്ടപ്പെട്ട ഭൂതകാലം ഓർത്തെടുക്കുന്നു, ഒരു ഏറ്റുപറച്ചിൽ പോലെ. 1979 ഞാൻ പഠിത്തം നിർത്തി ആന്ധ്രയ്ക്ക് പോയി. ആന്ധ്രയിൽ ടയറിൻ്റെ ബിസിനസ്സായിരുന്നു. ഒരു ചേട്ടൻ എന്നെ കൊണ്ടുപോയി. കുറേ കാലം കഴിഞ്ഞപ്പം ചേട്ടൻ ഇങ്ങ് പോയിരുന്നു. പിന്നെ ഞാൻ അവിടെ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായപ്പോൾ അവിടുത്തുകാർ കൂട്ടുകാരുണ്ടായി. ഞാൻ മദ്യപാനം ആരംഭിച്ചു. 79 ആരംഭിച്ച് അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് അവിടെ ടയർ കമ്പനിയൊക്കെ തുടങ്ങി. ഒത്തിരി നല്ല ലാഭത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തും മദ്യപാനം കൂടുതലായിട്ട് കമ്പനി എല്ലാം നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നാട്ടിൽ പോയിരുന്നിട്ട് ഒരു ബേക്കറി തുടങ്ങിയിട്ടും അതും വിജയിക്കാൻ പറ്റിയില്ല. അതും മദ്യപാനം മൂലം അതും നഷ്ടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരാളുടെ കീഴിൽ ഫർണിച്ചർ ബിസിനസ് തുടങ്ങി. ഫർണിച്ചർ ബിസിനസ് നല്ല ലാഭത്തിലുള്ള ഒരു ബിസിനസ്സായിരുന്നു. ദിവസവും 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ദിവസവും വരുമാനമുള്ളൊരു ബിസിനസ്സായിരുന്നു. പക്ഷെങ്കിൽ അവിടെയും ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. അവരുടെ കൂടെ മദ്യപിച്ച് കേട്ട് റൂമൊക്കെ ലോഡ്ജിലൊക്കെ പോയി കിടന്ന് ഒത്തിരി വല്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ ജീവിതം. കല്യാണം കഴിച്ചിട്ടാണെങ്കിലും രാത്രി ഏതെങ്കിലും ഒരു സമയത്താണ് വീട്ടിൽ ചെന്നാൽ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കും. ഏതെങ്കിലും വെളുപ്പിനെയൊക്കെ ചിലപ്പം വഴിയിൽ കിടക്കും. വീട്ടിലൊക്കെ കയറാൻ ബുദ്ധിമുട്ട്, കയറിയാൽ തന്നെയും ബോധമില്ലാതെ കിടന്നുറങ്ങും. അങ്ങനെ ഒത്തിരി നാളുകളോളം അങ്ങനെ ആയി. എൻ്റെ ഫർണിച്ചർ ബിസിനസ് ഒത്തിരി നഷ്ടത്തിലായി. എന്ന് പറഞ്ഞാൽ എനിക്ക് കടയിലിരിക്കാൻ സമയമില്ല. എപ്പോഴും മദ്യപാനത്തിൻ്റെ പുറകെ അങ്ങ് പോയി കൂട്ടുകാരുടെ കൂടെ അങ്ങ് പോകുമായിരുന്നു. 1986 ഓഗസ്റ്റ് 17 ആയിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സന്തോഷകരമായ ജീവിതമായിരുന്നു ഞങ്ങളുടെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ അവിടെ മല്ലപ്പള്ളി ഞങ്ങളുടെ സ്ഥലത്ത് ബേക്കറി ആയിരുന്നു. ബേക്കറി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർ വലിയ പൈസയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് അത് അങ്ങ് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഫർണിച്ചർ കടയിൽ പുള്ളിക്ക് ഒരു ജോലിക്ക് കയറിയിട്ട് അവിടുന്ന് നല്ല ബിസിനസ്സായിരുന്നു. അവിടെ വെച്ച് നല്ല ശരിക്കും അവിടെ നല്ല പൈസ വരുമാനമുള്ള ഒരു ജോലിയായിരുന്നു. അങ്ങനെ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് ഇത് കട അടച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് വരത്തില്ല. ഇവരെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അങ്ങ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് മദ്യപാനം അങ്ങ് ചെയ്യും. എന്നിട്ട് രാത്രിയിൽ ഒത്തിരി ഒത്തിരി താമസിച്ചൊക്കെയാണ് വീട്ടിൽ വരുന്നത്. രാത്രി ഞങ്ങൾ ഉറങ്ങാതെ നോക്കിയിരിക്കും. വരുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും. വരുമ്പം നല്ല ഇതിലായിരിക്കും വരുന്നത്. കുടിച്ച് നല്ല ഇത് വരും. അന്നേരം വരുമ്പം ഇങ്ങനെ താമസം വന്ന എന്നാന്ന് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞിങ്ങനെ ഒഴിവുകൾ പറയും. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു വിടും, ഇന്ന് കുടിച്ചിട്ട് വരരുത് എന്ന് പറയുമ്പം ഇനി ഞാൻ സത്യമായിട്ടും കുടിക്കത്തില്ല എന്ന് പറഞ്ഞ് അന്ന് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ ഇത് തന്നെ. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് കടയടയ്ക്കുന്ന സമയം നോക്കി എനിക്കൊരു ആങ്ങളയുടെ മോനുണ്ടായിരുന്നു. മോനെ 4 മണിയാകുമ്പോൾ അങ്ങ് വിടും, ചെന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്നും പറഞ്ഞ്. അവിടെ ചെല്ലുമ്പം അവനെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു വിടും. എന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ കൂട്ടുകാരും കൂടെ കൂടി ശരിക്കും മദ്യപിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. വന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ, ചിലപ്പോൾ നേരം വെളുത്തൊക്കെ വരത്തുള്ളൂ. രാത്രി ഉറങ്ങാതെ ഞങ്ങൾ നോക്കിയിരിക്കും. അങ്ങനെ ആയ സമയം ഒരു ദിവസം ഇതുപോലെ ഈ ഫർണിച്ചർ കടക്കാരൻ്റെ വീട് പണി, ഈ കട ഉടമസ്ഥൻ്റെ വീട് പണിയായിരുന്നു. വീട് പണിയുന്ന സമയത്ത് അതിൻ്റെ കയറി താമസത്തിന് അവിടെ പോയി രാത്രി അവിടെ തന്നെയായിരുന്നു. ശരിക്കും നല്ലതായിട്ട് അവിടെ വെച്ച് മദ്യപിച്ചതിന് ശേഷം പിറ്റേ വെളുപ്പിനെ എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് അവിടോട്ട് പോകാനായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ
ഒരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ചാടി കയറി അങ്ങോട്ട് കയറിയിട്ട് ഇങ്ങനെ അങ്ങ് ചന്തയ്ക്ക് ഇതിൻ്റെ ഈ നഖമെല്ലാം കുത്തി അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് എന്നിട്ടും അത് കണക്കാക്കാതെ തിരിച്ചങ്ങ് വീട്ടിൽ വന്നു. എന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയി, കയറി താമസത്തിന് വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്ന് അന്ന് രാത്രിക്ക് ഭയങ്കര നെഞ്ചിനകത്ത് വേദനയും എല്ലാമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നോക്കിയപ്പോഴാണ് ഇവിടെ ഈ അതിൻ്റെ നഖം ഇങ്ങനെ കുത്തി ഇറങ്ങി കുറേ നഖം അങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് ചോര പൊടിഞ്ഞ് അവിടെ ഇരിക്കുക. അന്നേരം ഇത് കാണുന്നത്. അന്നേരം അവരവിടെ നിന്ന് മധുരം ഒരു TT ഇഞ്ചക്ഷനൊക്കെ എടുത്തിരിങ്ങി വിട്ടു. പിന്നെ രാത്രി വന്ന് കിടന്നിട്ടും ഭയങ്കര പനിയും ഇതെല്ലാമായിട്ട് പിന്നെ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് കുറേ ആഴത്തിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങ് ആബ്സസ് ആയിപ്പോയി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവിടെ അവർ കിടത്തി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതങ്ങ് ഒത്തിരി അങ്ങ് ഉള്ളിലോട്ടുണ്ടായിരുന്നു. എന്നിട്ട് കരിയാനായിട്ട് ഒത്തിരി കുറേ ദിവസങ്ങളെടുത്തു. ഞാൻ 10-25 വർഷങ്ങൾക്ക് മുമ്പ് മാനസികമായിട്ട് തകർന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് നടന്ന ഒരാളാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോരുന്ന സമയത്ത് അപ്പം വഴിയിൽ ഒരു വീട്ടുകാരെ കാസറ്റ് ഇട്ട് കേൾക്കുന്ന കേട്ടു. ആ കാസറ്റ് കേട്ട് ഞാൻ ആ വീടിൻ്റെ വാതിക്കൽ കേട്ടു നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് ആ കാസറ്റ് മേടിച്ച് പകർത്തി ഞാൻ കാസറ്റ് പല പ്രാവശ്യം കേൾക്കുകയും പിന്നെ ഞാൻ പോട്ടയ ആശ്രമത്തെക്കുറിച്ച് തിരക്കി പിടിച്ച് അത് പോട്ടയ ആശ്രമത്തിലെ ഒരു കാസറ്റായിരുന്നു. പോട്ടയ ആശ്രമത്തിൽ പോയി ഒരു ധ്യാനം കൂടുവാൻ ദൈവം എനിക്ക് ഇടയാക്കി. അങ്ങനെ ആത്മഹത്യ ആ ചിന്ത എന്നിൽ നിന്ന് ദൈവം എടുത്ത് മാറ്റി. അപ്പം എനിക്ക് ഒത്തിരി അങ്ങോട്ട് പോയതുപോലെയല്ല ഞാൻ തിരിച്ചു വന്നത്. വലിയ സന്തോഷത്തോടെയാണ് തിരിച്ചു വന്നത്. അപ്പം ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേ എനിക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവരും അറിയണമെന്നുള്ള വലിയ ബോധ്യങ്ങളും തോന്നലുകളും എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ ധ്യാനം കൂടി തിരിച്ചു വന്ന് പല മദ്യപാനികളുടെയും വീടുകളിൽ കയറി ഇറങ്ങി സമാധാനമില്ലാതെ അലയുന്ന ഒത്തിരി പേരുടെ വീടുകളിൽ കയറി നടന്ന് യേശുവിനെക്കുറിച്ച് പറയുകയും എനിക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും അവർ അറിയണമെന്നുള്ള വലിയ ബോധ്യങ്ങളും തോന്നലുകളും എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞാൻ വീടാന്തരം കയറി ഇറങ്ങി പല മദ്യപാനികളെയും കോട്ടയം ആശ്രമത്തിൽ കൊണ്ടുപോയി ധ്യാനം കൂട്ടിക്കാൻ ദൈവം ഇടയാക്കി. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും ഇടുന്ന ഓരോ വണ്ടി ആൾക്കാരെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ധ്യാനം കൂട്ടിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് കുഞ്ഞ് എന്ന സഹോദരനുമായിട്ട് ഞങ്ങളെ ഒന്നിച്ച് പഠിച്ചതാണ്, എൻ്റെ കൂട്ടുകാരനാണ്. അപ്പം കൊച്ചിലെ മുതൽ ഞങ്ങൾ ഒന്നിച്ച് നടന്ന് ഒരു ക്ലാസ്സിൽ പഠിച്ച് ഒക്കെ നടന്നപ്പോൾ ഈ കുഞ്ഞും നല്ലൊരു മദ്യപാനിയായിട്ട് വഴിയിൽ വീണ് കിടക്കുന്ന പല അവസരങ്ങൾ കാണുവാനിടയായി. അപ്പോൾ കുഞ്ഞിനോട് പല ദിവസങ്ങളിൽ ഞാൻ പറയുമായിരുന്നു, കുഞ്ഞെ കോട്ടയിൽ പോകണം, ഒരു ധ്യാനം കൂടണമെന്നൊക്കെ പറയുമ്പോഴേ കുഞ്ഞത് സമ്മതിക്കത്തില്ല. കുഞ്ഞ് ഒരു കടയിൽ ഇങ്ങനൊരു കടയുണ്ടായിരുന്നു കടയെ അടച്ചിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് കാണും. അങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാം, കുഞ്ഞ് ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഒരു ധ്യാനം കൂടണമെന്ന് പറയുമ്പോഴേ കുഞ്ഞ് അന്നേരം നല്ല മദ്യത്തിൻ്റെ അടിമയായിട്ടാണ് നിൽക്കുന്നത്. എന്ത് പറഞ്ഞാൽ അന്നേരമൊക്കെ സമ്മതിക്കും. മദ്യത്തിൻ്റെ കെട്ടുവിട്ട് കഴിയുമ്പോൾ പുള്ളി ഇതിനൊന്നും അടുക്കത്തില്ല. അപ്പം പുള്ളി പറയും, ഞാൻ വരുന്നില്ല, എൻ്റെ ഭാര്യയെ കൊണ്ടുപോക്കൂ, അവൾ ധ്യാനം കൂടിക്കോട്ടെ, ഞാൻ വരുന്നില്ല എന്ന് കുഞ്ഞ് പറയും. അപ്പോഴും ഞാൻ പല പ്രാവശ്യം നിർബന്ധിച്ച് അവരെ കുഞ്ഞിനെയും ഭാര്യയും കൂടെ ഒന്നിച്ച് പോട്ടയിൽ കൊണ്ടുപോയി ധ്യാനം കൂടിക്കുന്നു. ആ ധ്യാനം കൂടി തിരിച്ച് വന്ന് അന്ന് മുതൽ പുള്ളി കടയിൽ പോയിട്ട് വരുന്ന സമയത്ത് ഞാൻ വഴിയിൽ നോക്കി നിൽക്കും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് വരും. ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ ദൈവം ഒരു മനുഷ്യനെ പിടിക്കുന്നവനാക്കി തമ്പുരാൻ കുഞ്ഞിനെ മാറ്റി. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ മദ്യപിച്ചിട്ട് വരുന്നത് ഈ മങ്കുഴിപ്പടിക്കൽ ഈ വന്ന് ഇറങ്ങുമ്പോൾ അവിടെ ബിജു എൻ്റെ സഹോദരനാണ്. ബിജുവിന് അവിടെ ഒരു കടയുണ്ട്. ബിജു എന്നും എന്നെ കാണും ഞാനിവിടെ മദ്യപിച്ചിട്ട് അവിടെ വന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ആയി ബിജു വീട്ടിൽ വന്നു, പറഞ്ഞു, കുഞ്ഞെ ഇതോട്ട് ഇങ്ങനെ മദ്യപിക്കരുത്, ഡിവൈന് ധ്യാനം കൂടാൻ പോകണം. ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി മദ്യപാനികളെയൊക്കെ ഇങ്ങനെ ഡിവൈനിൽ കൊണ്ടുപോയി ധ്യാനം കുടിപ്പിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അവരെല്ലാം ധ്യാനം കൂടി മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു. കുഞ്ഞും അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ ദിവസവും സന്ധ്യയ്ക്ക് ബിജു കടയടച്ചിട്ട് വീട്ടിൽ വരും, ഇതോട്ട് പോകണം ഡിവൈന് ധ്യാനം കൂടാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിക്കാതെ ഒടുവിൽ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എൻ്റെ വൈഫിനെ കൊണ്ടുപോക്കോ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളി വിട്ടില്ല. പുള്ളി ഇങ്ങനെ നിരന്തരം പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ
ഞങ്ങൾ സമ്മതിച്ചു. ഞാനും വൈഫും കൂടെ ഡിവൈനിൽ പോയി. അത് ഇന്നിപ്പോൾ 20 വർഷമായി. അന്ന് ഒരു പനക്കലച്ചനും നായികപ്പറമ്പിലച്ചൻ്റെ കൂടി എല്ലാം ഉള്ള ഒരു ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ എനിക്ക് ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും ദൈവം എന്നെ സ്പർശിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായി. ആ ധ്യാനത്തിൽ കൂടെ എൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. 1980കളിൽ ഞാൻ മല്ലപ്പള്ളി പ്രദേശത്ത് വന്ന് പ്രവർത്തനം ആരംഭിച്ചു. അന്ന് കുട്ടികളെ തൊഴിൽ അഭ്യസിപ്പിക്കുന്ന ഒരു ITI ആ പ്രദേശത്ത് തുടങ്ങി. ഇടവക ജീവിതവും ITIയുടെ നടത്തിപ്പിനും പുറമെ മനുഷ്യൻ്റെ അനുദിന ജീവിതത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞാൻ ഇടപെടുകയും സാധാരണക്കാരെ ആവും വിധം സഹായിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നും ഇന്നും ഒരു വലിയ മാനുഷിക പ്രശ്നമാണ് മദ്യപാനത്തിൻ്റെ തീവ്രത. ഇന്നും അതിന് ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അന്നും അതൊരു സജീവ വിഷയമായിരുന്നു. എനിക്കറിയാവുന്ന സാധാരണക്കാരായ ചെറുപ്പക്കാർ പലരും മദ്യപാനത്തിന് വിധേയരായിരുന്നു. അവരെ ഒറ്റയ്ക്കും ഗ്രൂപ്പായിട്ടുമൊക്കെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൻ്റെ അപകട സാഹചര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അവരെ ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിൽ തന്നെയും വളരെ പരിമിതമായ ഫലങ്ങൾ മാത്രമേ അന്ന് ഉണ്ടായിരുന്നിട്ടുള്ളൂ. 1980കൾക്ക് ശേഷം ഡിവൈനിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സഹായത്തോടു കൂടി ഈ മല്ലപ്പള്ളി മണിവിളിയാറിൻ്റെ തീരത്തൊരു വചന പ്രഘോഷണം ആരംഭിച്ചു. അക്കാലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ മണൽപ്പുറത്തേക്ക് ഒഴുകി വന്നതായിട്ട് ഞാൻ ഓർമ്മിക്കുന്നു. എല്ലാ സഭകളിലും മതങ്ങളിലും പെട്ടവരും അന്നത്തെ ആ വചനപ്രഘോഷങ്ങളിൽ ശ്രോതാക്കളായിരുന്നതായിട്ട് ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്ക് മദ്യത്തിൻ്റെ ദുരന്തത്തെ പലവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പലപ്പോഴും ഫലമണിഞ്ഞില്ലെങ്കിൽ പോലും ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാരുടെ പ്രഭാഷണങ്ങൾ അന്ന് വിവിധങ്ങളായ മാനുഷിക പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടിരുന്ന ചെറുപ്പക്കാരെ ധാരാളം സ്വാധീനിക്കുകയുണ്ടായി. ആ വചനപ്രഘോഷണവും അതിൽ നിന്ന് പ്രചോദനവും ഉൾക്കൊണ്ട കുറേയേറെ ചെറുപ്പക്കാരെ ഇന്ന് എനിക്ക് ഓർമ്മിക്കാനായിട്ട് സാധിക്കും. മലപ്പള്ളി ഒരു പുരാതന കുടുംബത്തിൽപ്പെട്ട അംഗമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞിനോടൊപ്പം പ്രവർത്തിക്കുന്ന മിസ്റ്റർ ബിജുവും അതുപോലെ തന്നെ ഏറെക്കുറെ സമപ്രായക്കാരുമായിരുന്നു, പരസ്പരം അറിയാവുന്നവരുമായിരുന്നുവെങ്കിലും ഇവരും ഇവരുടെ കൂട്ടുകാരായിട്ടും കുറേയേറെ ആളുകൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. കുഞ്ഞ് ഈ വചനപ്രഘോഷണങ്ങളിൽ പങ്കെടുത്തു. മറ്റു പലരും നിർബന്ധിച്ചിട്ടും വഴങ്ങാതിരുന്ന കുഞ്ഞിൻ്റെ ഒരു മദ്യത്തോടുള്ള ആസക്തി ഇതിൽ നിന്നും മുക്തി നേടാനായിട്ട് പ്രിയപ്പെട്ട കുഞ്ഞിന് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ദൈവാനുഗ്രഹം. കുടുംബാംഗങ്ങളെ സിസ്റ്റേഴ്സ് പ്രത്യേകിച്ചും വളരെ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുകയും എന്നെപ്പോലെയുള്ളവരോട് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായ ദൈവാനുഭവം സ്വന്തമാക്കിയ കുഞ്ഞ് ഇനിയുള്ള തൻ്റെ ജീവിതം ദൈവഹിതത്തിന് സമർപ്പിക്കുകയായിരുന്നു. സുഹൃത്തായ മങ്കുഴിയിൽ ഈപ്പൻ ചെറിയാൻ എന്ന ബിജു ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ തോളോട് തോൾ ചേർന്ന് പ്രയത്നിച്ചു. നിരാലംബരും നിരാശ്രയരുമായി അലഞ്ഞു നടക്കുന്ന മനോനില തകരാറിലായ സഹോദരങ്ങളെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ കാരുണ്യഭവൻ ആരംഭിച്ചു. കോട്ടയം നവജീവൻ ട്രസ്റ്റിന്റെ സ്ഥാപകൻ
പി യു തോമസിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കാരുണ്യഭവൻ്റെ തുടക്കം. അന്നു മുതൽ ആത്മീയോപദേശങ്ങളും പ്രചോദനങ്ങളുമായി മോൺസിഞ്ഞോർ ചെറിയാൻ രാമനാനിൽ കോർ എപ്പിസ്കോപ്പയും ഇവരോടൊപ്പമുണ്ട്. തങ്ങൾക്ക് ലഭിച്ച ഈ വലിയ കൃപ, പ്രത്യേകിച്ചും പരിമിതികളിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വലിയ കൃപ അനേകർക്ക് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് മല്ലപ്പള്ളി നെല്ലിമൂടിൽ എല്ലാവരും ഉപേക്ഷിച്ച വ്യക്തികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. ഇന്നത് കാരുണ്യഭവൻ എന്നറിയപ്പെടുന്നു. അന്ന് 1-2 വ്യക്തികളെ മാത്രം വാടക വീട്ടിൽ സ്വീകരിച്ച് അവരോടൊപ്പം താമസിച്ച് അവരെ ശുശ്രൂഷിച്ചിരുന്ന ആ പ്രേക്ഷിത വേല ഒരു കാലത്ത് വളരെ ധന്യരായ വൈദികരോ സന്യാസിനിമാരോ മാത്രം ഏറ്റിട്ടിരുന്ന ചുമതല ഈ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ആ ഒരു വലിയ ചുമതല ഏറ്റെടുക്കുകയും അത് മുഖേന 100 കണക്കിന് ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികളെ തെരുവിൽ ആരോരും ശ്രദ്ധിക്കാതെ ബോധം നഷ്ടപ്പെട്ടും പരസഹായത്തോടി മാത്രം ജീവിച്ചും ഒരുപക്ഷെ ആസന്നർ വരെ ആയവരെ സ്വീകരിച്ച് അവരെ പരിചരിക്കാനും അവരെ സംരക്ഷിക്കാനും മുന്നോട്ട് വന്നത് മാനുഷികമായ കഴിവുകളല്ല, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വലിയ ഉൾശക്തിയിലും ഉൾപ്രേരണയിലുമാണ് അന്ന് അവർ ചെയ്തതെന്ന് ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞ് സഹോദരൻ ബിജുവിനോട് ചേർന്ന്, മിസ്റ്റർ ജോണിനോട് ചേർന്ന് ആ പ്രദേശത്തുള്ള ധാരാളം സാധാരണക്കാരായ ആളുകളുടെ സഹായത്തോടു കൂടി വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തു. അവരുടെ ആ വലിയ മാറ്റം, പ്രത്യേകിച്ച് മദ്യത്തിൽ നിന്നുള്ള വിമുക്തി അനേകർക്ക് പ്രചോദനമായിട്ട് ഭവിച്ചു. 1996-95 ഞങ്ങൾ ഡിവൈനിൽ ആദ്യമായിട്ട് പോകുന്നത്. ഡിവൈനിൽ പോയി കന്നിക്കലച്ചൻ്റെയും നായികമ്പറമ്പിലച്ചൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു ധ്യാനമാണ് ഞങ്ങൾ കൂടിയത്. ഞാനും വൈഫും അതിൽ പൂർണ്ണമായിട്ട് സംബന്ധിച്ചു. ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്നുള്ള, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം ഞങ്ങൾ ഇന്ന് വരെയും പുലർത്തുന്നു. ആ ധ്യാനം കൂടിയിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായി. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്ന് എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് കൂടുകയും ഞങ്ങൾ പ്രാർത്ഥന നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി, പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തി കൂടെ വേണമെന്നുള്ള ഒരു ഉൾക്കാഴ്ച ദൈവം ഞങ്ങൾക്ക് തരികയും ഞങ്ങൾ പ്രവർത്തന മേഖലകളിലേക്ക് തിരിയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ കോളനികൾ തോറും പോയി പാവപ്പെട്ട ആൾക്കാരെയും എല്ലാം കണ്ടുപിടിച്ച്, ദൈവത്തെ അറിയാത്ത ആൾക്കാരെ എല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾ ഡിവൈനിൽ കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. അങ്ങനെ പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നും ആഹാരവും എല്ലാം ഞങ്ങൾ വിതരണം ചെയ്തു. വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു. അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എല്ലാ ചൊവ്വാഴ്ച തോറും ഞങ്ങൾ സന്ധ്യയ്ക്ക് തൊട്ട് ഒരു 9 മണി വരെ ഞങ്ങൾ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അകത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെ ഒരു ലാസ്റ്റിലാണ് ഇതുപോലൊരു കന്യാഭവൻ മാനസികരോഗികളെ നോക്കുന്നൊരു സ്ഥാപനം നടത്താനുള്ള അവിടെ വെച്ച് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനമെടുക്കുകയും അങ്ങനെ തുടങ്ങുകയും ചെയ്തതാണ് ഇത്. പിന്നെ ഞങ്ങൾക്ക് ഈ ഇതിന് മുമ്പേ വീട്ടിൽ വന്ന് ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ സന്തോഷകരമായിട്ട് എന്നും സന്ധ്യയ്ക്ക് ഇവിടെ കന്യാഭവനിൽ പോകും. ഞങ്ങളെല്ലാവരും കൂടെ തന്നെ മക്കളുടെ കൊച്ചിലേ തൊട്ടേ പോകുമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് ശുശ്രൂഷ ചെയ്ത് തിരിച്ച് രാത്രിയാകുമ്പോഴാണ് തിരിച്ചു വരുന്നത്. വന്നിട്ട് പ്രാർത്ഥനയിലെല്ലാം ഞങ്ങൾ ഒരുപോലെ ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല. ഞങ്ങൾ സന്തോഷകരമായ ഒരു ജീവിതമാണ് ഇപ്പം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ പല മദ്യപാനികളെയും മാനസികരോഗികളെയും പിടിച്ച് പല സ്ഥാപനങ്ങളെ കൊണ്ടാക്കുമായിരുന്നു. കോട്ടയം നവജീവനിലും ഒക്കെ കൊണ്ടാക്കുമായിരുന്നു.
അപ്പം ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ കയ്യിലായപ്പോഴേ കോട്ടയത്ത് നവജീവനിലെ തോമസ് ചേട്ടനൊക്കെ പറഞ്ഞു, നിങ്ങളും വല്ലപ്പോഴും ഒരു സ്ഥാപനം അങ്ങ് തുടങ്ങാൻ, അവരൊക്കെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കുഞ്ഞും ശക്തമായിട്ട് എൻ്റെ കൂടെ നിന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കുഞ്ഞിൻ്റെ ശക്തമായ ഒരു നേതൃത്വം എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ 165 പേരെ എങ്കിലും നോക്കാനുള്ള കൃപ ദൈവം തന്നു. അങ്ങനെ ഓരോ ദിവസവും തമ്പുരാനത് നയിച്ച് മുന്നോട്ട് പോകുന്നു. ആ അവസരത്തിലാണ് ഞങ്ങൾ കോട്ടയം നവജീവനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവിടെ ആരും ഇല്ലാതെ വഴിയിൽ അലയുന്ന മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനമാണ് കോട്ടയം നവജീവൻ. അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി PU തോമസ് ആണ്. തോമസ് ചേട്ടൻ എന്ന് വിളിക്കും. തോമസ് ചേട്ടൻ ഞങ്ങൾക്ക് ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് 2 മാനസിക രോഗികളെ ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടി. അവരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഈ നവജീവനിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞു, ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ തന്നെ കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ 2 രോഗികളെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കെടുത്ത വീട്ടിൽ ഇവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഈ 2 പേരെ ഞങ്ങൾ ഒരു 3-4 മാസം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പം തോമസ് ചേട്ടനോട് പറഞ്ഞു, തോമസ് ചേട്ടൻ ഞങ്ങൾക്ക് ഈ 2 പേരെ പോരാ, കുറച്ച് പേരെ കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് ചേട്ടന് ഒരു 4 പേരെ കൂടെ തന്നു. ഞങ്ങൾ ഔദ്യോഗികമായിട്ട് പഞ്ചായത്തുകാരെയും മറ്റ് അച്ഛന്മാരെയും എല്ലാം അറിയിച്ച് അത് ഉദ്ഘാടനം നടത്തി. അങ്ങനെ ആ വാടക വീട്ടിൽ 39 അന്തേവാസികളെ വരെ ഞങ്ങളവിടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഒരു ഇച്ചിരി സ്ഥലം വാങ്ങി. അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ രാമനാലച്ചൻ ഞങ്ങളുടെ എല്ലാ ആത്മീയ ഉപദേഷ്ടാവായിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് ഓടിച്ചെല്ലും. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരും. ആ രീതിയിൽ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഈ ഒത്തിരി മദ്യപാനികളായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു. ഡിവൈനിൽ ഒരു അഡിക്ഷൻ സെൻ്ററുണ്ട്. ആ സെൻറ്ററിൽ ഞങ്ങൾ ഇങ്ങനെ ഈ മദ്യപാനികളെല്ലാം ഞങ്ങൾ അവിടെ കൊണ്ടുപോയെന്ന് അഡ്മിറ്റ് ചെയ്യും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയൊന്നും മേടിക്കത്തില്ല. ഇങ്ങനെ ഒരു പ്രവർത്തനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൈസ മേടിക്കത്തില്ല. അവരെ 6 മാസം വരെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായി. മദ്യപാനികളായിട്ടിരുന്ന ആൾക്കാർ മദ്യപാനം നിർത്തിയിട്ട് അവർ ഈ നമ്മുടെ കാരുണ്യഭവനിൽ ആഴ്ചയിൽ ഒരു കൂട്ടായ്മ അങ്ങനെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അങ്ങനെയാണ് ഇവരെ ഈ മനസ്സുരോഗികൾ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കൂടി വന്നു. അന്നപ്പം ഇവരുടെ മുടി വെട്ടാനും ഷേവ് ചെയ്യാനും ഇവരെ കുളിപ്പിക്കാനും എല്ലാം ഈ മദ്യപാനം നിർത്തിയ ആൾക്കാർ ഞങ്ങൾ ഇവരുടെ കൂടെ വരാനും ഇവരെ സഹായിക്കാനും എല്ലാം തയ്യാറായി. അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന അവസരത്തിലാണ് ബിജു എപ്പോഴും എനിക്ക് ഒരു താങ്ങും തണലുമായിരുന്നു. ബിജു പിന്നെ ഒരു മോനുജൻ ജോണെന്ന് പറയുന്ന ഒരാളുണ്ട്. പിന്നെ രാമനാലച്ചനെ, പിന്നെ ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, ഇവരെല്ലാം ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ അരിയില്ലാതെ ഈ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ബുദ്ധിമുട്ട് ഉള്ള അവസരങ്ങളിലെല്ലാം ഇവരെല്ലാം ഞങ്ങളെ ഒത്തിരി സഹായിക്കുമായിരുന്നു. ബുദ്ധിമുട്ടുള്ള അവസരത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും, ഓരോ ഭവനങ്ങളിലൊക്കെ ചെന്ന് ചോദിച്ച് മേടിക്കും. അരിയില്ല, നാളത്തേക്ക് മരുന്നില്ല, ഭക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഓരോ അരിയോ അല്ലെങ്കിൽ മരുന്നോ ഭക്ഷണമോ ഒക്കെ എടുത്തു തരും. അങ്ങനെ ഈ സ്ഥാപനം ഒത്തിരി തമ്പുരാന് ഒത്തിരി വളർത്തി. ദൈവത്തിൽ ഞങ്ങൾക്ക് എല്ലാ മാസവും രാത്രി ആരാധനയുണ്ട്. എല്ലാ ചൊവ്വാഴ്ച ദിവസവും മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. മാസത്തിൽ 2 പബ്ലിക് ധ്യാനമുണ്ട്. താമസിച്ചുള്ള 300 പേര് 400 പേര് വരെ ഇവിടെ താമസിച്ച് ധ്യാനം കൂടുന്ന ഒരു ഇതുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തമ്പുരാൻ നടത്തുന്നു. എങ്കിലും ഞാൻ ഇപ്പോൾ ഒത്തിരി സന്തോഷവാനാണ്. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വൈഫും 3 മക്കളും ഞങ്ങളിപ്പോൾ ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. ഒത്തിരി സന്തോഷമാണ്. വൈഫിനൊക്കെ അന്നത്തെ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഒത്തിരി വിഷമമാണ്. എന്നാലും ഇപ്പം ഒത്തിരി സന്തോഷമായിട്ടാണ് ഞങ്ങൾ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും എല്ലാം. സന്ധ്യയ്ക്ക് ചെല്ലാൻ പറ്റത്തില്ല, ഇത്രയും രോഗികളെ വൈകിട്ടത്തെ മരുന്നും ഭക്ഷണവും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി രാത്രിയാവുമെങ്കിലും സന്ധ്യാപ്രാർത്ഥന എല്ലാം കറക്റ്റായ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. മദ്യപാനികളായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ മദ്യപിക്കരുത്. മദ്യപാനം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല.
കുടുംബത്തിലും നാട്ടുകാർക്കും എല്ലാം ഒത്തിരി നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കരുത്. മദ്യപാനം മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ നഷ്ടവും അത് നികത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ മദ്യപാനം ഉപേക്ഷിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിലേക്ക് ചേർന്ന് നിങ്ങൾ ജീവിക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഇനിയുള്ള കാലം ദൈവത്തിൻ്റെ ഈ ചെറിയവരോടൊപ്പം ജീവിക്കാനാണ് കുഞ്ഞിൻ്റെയും കുടുംബത്തിൻ്റെയും തീരുമാനം. ആരോരുമില്ലാത്തവർക്ക് ആരൊക്കെയോ ആയിത്തീരുമ്പോഴുമുണ്ട് ഒരു ലഹരി. നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ സ്വർഗീയ ലഹരി.